ഇലാഹായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ മിഅ്റാജിന്റെ രാവിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കലാമിന്റെ പേരിൽ ഒത്തുചേരാൻ അള്ളാഹു നമുക്കൊരവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. ഇതൊക്കെ ആഖിറത്തിലേക്കേറെ ഉപകരിക്കുന്നൊരു സംഗമമായി അള്ളാഹു കബൂലാക്കട്ടെ. വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ്, ഏറെ റിസ്ക് എടുത്താണെങ്കിലും ചൂട് സഹിച്ചാണെങ്കിലും ഈ മജ്ലിസിൽ നാം എത്തിപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു ഇതിൻ്റെയൊക്കെ ഒരു ബറക്കത്ത് കൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും റബ്ബ് പരിഹരിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഇസ്രാഉം മിഅ്റാജും എന്ന് നാം ഒക്കെ മനസ്സിലാക്കിയതാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ മുത്തുനബിയെ വേട്ടയാടിയപ്പോ ആശ്വാസത്തിനു വേണ്ടി മുത്തുനബിക്ക് അല്ലാഹു നൽകിയ വലിയ ഒരു അംഗീകാരമായിരുന്നു ഇസ്രാഉം മിഅ്റാജും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, അബൂ താലിബ് എന്നവരുടെ വഫാത്ത്, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മക്കയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കവേ രക്ഷയ്ക്ക് വേണ്ടി തന്റെ അമ്മാവന്മാർ തന്നെ സംരക്ഷിക്കുമെന്ന് കരുതി ത്വായിഫിലേക്ക് ചെന്നപ്പോ അവിടുന്ന് ഏറ്റ മർദ്ദനങ്ങൾ എല്ലാം കൂടെ ഒരുതരം പ്രതിസന്ധിയിലെത്തി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യാത്ര കൊണ്ട് മനസ്സിന് വലിയ റാഹത്ത് കിട്ടും. യാത്ര അത് വിശ്വാസികളെ വലിയ ഒരു എനർജി ഉണ്ടാക്കും എന്ന് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ മുത്തുനബിക്ക് അല്ലാഹു നൽകിയ ഏറ്റവും അനർഘമായ യാത്രയാണ് അള്ളാന്റെ ഹളറത്തിലേക്കുള്ള യാത്ര. വളരെ കൃത്യമായി അതിന്റെ ചരിത്രങ്ങളൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളാണിന്ന് പറയുന്നത്. അത് നമ്മളൊക്കെ ഉൾക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലാണ്. മക്കയിലേക്ക് വരുന്നു മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഫഅഖ്റജഹു ഇലൽ മസ്ജിദിൽ ഹറാം. അങ്ങനെ മുത്തുനബിയെ തന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. സുമ്മ അദ്ഖലഹു ഹിജ്റ ഇസ്മായിൽ. പിന്നെ നബി തങ്ങളെ ഹിജ്റ ഇസ്മായിലിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഹിജ്റ ഇസ്മായിൽ എന്നാൽ കഅബാലയത്തിന്റെ ആ രണ്ട് റുക്നുകളുണ്ടല്ലോ, രണ്ട് മൂലകൾ, റുക്നു ഷാമിയും റുക്നുൽ ഇറാഖിയും. ആ ഭാഗത്തുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ആ ഒരു അരച്ചുമര് കണ്ടിട്ടുണ്ടല്ലോ, അതാണ് ഹിജ്റ ഇസ്മായിൽ. അത് കഅബാലയത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയെ അങ്ങോട്ട് കയറ്റുന്നു. എന്നിട്ടോ എന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ തൊണ്ട മുതൽ നാഭി വരെ കീറുകയാണ്. 3 തവണ റസൂലുള്ളാഹിന്റെ നെഞ്ചു കീറിയ സംഭവം മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 3ാമത്തെ തവണ ഈ മിഅ്റാജിന്റെ രാവിലാണ്. തൊണ്ട മുതൽ നാഭി വരെ കീറി. വഗസലഹു 3 മർറാത്ത്. ഹൃദയം പുറത്തെടുത്തു നന്നായി സംസം വെള്ളം കൊണ്ട്, ബിമായി സംസം, സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കുകയാണ്. യുആവിനുഹു ഫീ ദാലിക മീകായിൽ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ട് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഫമലഅഹു ഹിൽമൻ വഇൽമൻ വയഖീനൻ വഇസ്ലാമാ. ശരിക്ക് ദീനിനെ ഖൽബിലേക്ക് നിറച്ചു കൊടുത്തു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോവാണ്. മദീന വഴിക്കാണ് പോകുന്നത്. മദീനയിൽ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നെയും യാത്രയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച സ്ഥലത്തിറങ്ങി 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. തൂരി സീന പർവ്വതത്തിന്റെ സമീപത്തെത്തിയപ്പോൾ അവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ യാത്ര പോവാൻ. ആ യാത്രയിലും നബിതങ്ങൾക്ക് പ്രതിസന്ധികൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ യാത്രയിൽ ഹബീബായ മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ ഇഫ്രീത്ത് എന്ന ജിന്ന് ശ്രമം നടത്തി എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബൈനമാ ഹുവ യസീറു അലൽ ബുറാഖ്, ബുറാഖ് എന്ന പ്രത്യേക വാഹന പുറത്താണ് യാത്ര. ആ വാഹനത്തിന്റെ പ്രത്യേകത എവിടെയാണോ അതിന്റെ കണ്ണെത്തുന്നത് ആ കണ്ണെത്താ ദൂരത്തേക്ക് കാലെത്തും. കാഴ്ച എവിടെ വരെ ഉണ്ടോ അവിടം വരെ കാലെത്തും. ആ നിലയിലുള്ള അല്ലാഹുവിന്റെ അത്ഭുത സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് ബുറാഖ്. അങ്ങനെ ബുറാഖിന്റെ പുറത്ത് യാത്ര പോവാൻ. അപ്പോഴാണ് സഹോദര സഹോദരി ശ്രദ്ധിക്കണേ, മിനൽ ജിന്നി, ജിന്നു വർഗത്തിൽപ്പെട്ട ഇഫ്രീത്തിനെ കണ്ടു മുഹമ്മദ് മുസ്തഫ. യത്ലുബുഹു ബിശുഅലത്തിൻ മിൻ നാർ കുല്ലമൽ തഫത റആ, ഒരു വലിയ തീനാളവുമായി മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാനായി പൊള്ളിക്കാൻ ശ്രമം നടത്തുകയാണ് ഇഫ്രീത്ത് എന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട ഈ മല്ലൻ. ഇത് ആ മിഅ്റാജിന്റെ രാവിൽ സംഭവിച്ചൊരു സംഗതിയാണ്. ഇതെന്തിനാ ഞാൻ പറയണമെന്നറിയോ? ശ്രദ്ധിക്കണം. ആ സമയത്ത് ഇങ്ങനെയുള്ള സകല ഷർറിൽ നിന്നും കാവൽ കിട്ടാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിക്ക് പഠിപ്പിച്ചെടുത്തൊരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ പരമാവധി പഠിക്കുകയും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സ്പീഡ് കൂടിയോ? ബുറാഖിന്റെ മുകളിൽ മുത്തുനബി യാത്ര ചെയ്യാൻ. അപ്പോഴാണ് ജിന്നുവർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പലതരത്തിലുള്ള ആക്രമണ സ്വഭാവവുമായി ഹബീബായ നബി തങ്ങളുടെ കൂടെ കൂടിയത്. ഫഖാല ലഹു ജിബ്രീൽ, ആ സമയത്ത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയേ അലാ ഉഅല്ലിമുക കലിമാത്തിൻ തഖൂലുഹുന്ന ഇദാ ഖുൽതഹുന്ന തഫിഅത് ശുഅലതുഹു വഖറ ലഫീ. നബിയേ, ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. ആര് ചോദിക്കാൻ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു അഭയ പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെയോ? മനസ്സറിഞ്ഞ് നിങ്ങൾ ആ പ്രാർത്ഥന നടത്തിയാൽ ഇഫ്രീത്തിന്റെ വെളിച്ചം കെട്ടുപോകും. അവൻ മുഖം കുത്തി തളർന്ന് വീണു പോകും. നിങ്ങളെ ആക്രമിക്കാൻ അവന് കഴിയില്ല. ബഹുമാനപ്പെട്ട നബിയോട് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കുന്നവരുണ്ട്. നിന്നോട് വന്നിട്ടൊരു സഹോദരി പറഞ്ഞു, വീട്ടിലൊറ്റക്കാണ് ഉസ്താദെ താമസം. അങ്ങനെയൊക്കെ ചില ഉമ്മമാര് മക്കളില്ലാതെ ഭർത്താവ് മരണപ്പെട്ടു പോയി പ്രത്യേകിച്ച് ഒറ്റക്കൊക്കെ വീട്ടിൽ കഴിയുമ്പോ ചില ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുക, വല്ലാത്തൊരു പേടി വരിക, അസ്വസ്ഥതകൾ ഉണ്ടാവുക, ചെന്ന് നോക്കിയാലൊന്നും കാണൂല. അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ പലരുമുണ്ട്. നമ്മളോട് ഈ മജ്ലിസിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പലരും ആ കാര്യം പലപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകും. ചില പൈശാചിക ഷർറുകൾ കാരണമായി അങ്ങനെ ഉണ്ടാവാം. അതിന് ഒറ്റക്കന്നെ താമസിക്കണം എന്നില്ല. മറ്റൊരു സഹോദരി ഒരിക്കൽ എന്നോട് പറഞ്ഞു, വീട്ടിലൊരു പ്രശ്നമുണ്ട്, ചാവി അവിടെ വെച്ചാലും കാണൂല. ചാവി വെച്ചാ കാണുന്നില്ല. അതൊരു അത്ഭുതം തന്നെയാണ് ഉസ്താദേ, എവിടുക്കാ പോണെന്ന് അറിയൂല. ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ പൈശാചികമായി അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശൈത്താന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഷർറിൽ നിന്നും രക്ഷപ്പെടാൻ നബിയേ ഇതാ ഞാൻ നിങ്ങൾക്കൊരു വചനം പഠിപ്പിച്ചു തരാം. ഏതാണ് ആ വചനമെന്നല്ലേ? ഖുൽ, നബിയേ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണം. അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി താമ്മാത്തി അല്ലത്തി ലാ യുജാവിസുഹുന്ന ബർറും വലാ ഫാജിറും.
മിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വമിൻ ശർരി മാ യഅ്റുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർളി വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ഫിത്നിൽ ലൈലി വൻ നഹാർ വമിൻ തവാരിക്കിൽ ലൈലി വൻ നഹാർ ഇല്ലാ ത്വാരികൻ യത്റുഖു ബിഖൈരി യാ റഹ്മാൻ. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാണാതെ തന്നെ ഇത് വരക്കണമെന്നൊന്നുമില്ല, കണ്ടിട്ട് വരുന്നാലും മതി. ഈ വയലൊക്കെ യൂട്യൂബിലുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് 2-3 തവണ അങ്ങനെ ആവർത്തിച്ച് കേട്ടാൽ വേണമെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാവും. ശൈത്താന്റെ ഷെറിൽ നിന്ന്, ജിന്നുവർഗത്തിൽപ്പെട്ട ഉപദ്രവകാരികളുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല അഭയപ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് മുത്തുനബിക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് ഈ പറയുന്നത്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനുള്ള നല്ല ഒരു ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ പഠിച്ചവനെ. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ശൈത്താന്റെ എല്ലാ തരത്തിലുള്ള ശുറൂറിൽ നിന്നും പൂർണ്ണമായൊരു കാവൽ ഞങ്ങൾക്കൊക്കെ നൽകണേ പഠിച്ചവനെ. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന ഇങ്ങനെയാണ് നബിയെ. അഊദു ബിവജ്ഹില്ലാഹിൽ കരീം, ഉന്നതനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ തേടുകയാണ്. വബികലിമാത്തില്ലാഹി താമ്മാത്ത്, അല്ലാഹുവിന്റെ കലിമത്തുകൾ കൊണ്ടും. അല്ലാഹുവിന്റെ കലിമത്ത് എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അല്ലാഹുവിന്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഈസാ നബിയെ കുറിച്ച് പറയും കലിമത്തുല്ലാഹി വ റൂഹുഹു. അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെ അർവാഹിന് അള്ളാഹുവിന്റെ കലിമാത്ത് എന്ന് പ്രയോഗിക്കാറുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിന്റെ 1-ാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അർവാഹ് കൊണ്ട് കാവൽ തേടുകയാണ്. അത്താമ്മാത്തി അല്ലത്തി ലാ യുജാവിദുഹുന്ന ബർറും വലാ ഫാജിർ. ഒരു തമ്മാടിക്കും ആ ഒരു സഹായം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മറികടന്ന് നമ്മളെ ആക്രമിക്കാൻ വരാൻ കഴിയൂല. റബ്ബിനോട് കാവൽ തേടുകയാണ്. മിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ, ആകാശത്ത് നിറങ്ങുന്ന ഷർറുകളിൽ നിന്ന്. വമിൻ ശർരി മാ യഅ്റുജു ഫീഹാ, ആകാശത്തിലേക്ക് കയറുന്ന ഷർറുകളിൽ നിന്ന്. വമിൻ ശർരി മാ ദറഅ ഫിൽ അർളി, ഭൂമിയിൽ ഉണ്ടാകുന്ന ഷർറുകളിൽ നിന്ന്. വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഷർറുകളിൽ നിന്ന്. വമിൻ ഫിത്നിൽ ലൈലി വൻ നഹാർ, രാവിന്റെയും പകലിന്റെയും ഷർറുകളിൽ നിന്ന്. ഇങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള ഷർറിൽ നിന്നും കാവൽ തേടുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ വെളിച്ചം കിട്ടുപോകും, അവൻ മുഖം കുത്തി വീഴുമെന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഈ മിഅ്റാജിന്റെ ഒരു സന്ദേശമായി ആ ഒരു പ്രാർത്ഥന ഇന്നിവിടെ പ്രതീക്ഷയോടെ ഒരുമിച്ച് കൂടിയ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ഞാൻ അറിയിക്കുകയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അള്ളാഹു എല്ലാ ഷർറിൽ നിന്നും നമ്മളെ കാക്കട്ടെ. ഏതായാലും ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബൈത്തുൽ മുഖദ്ദസിൽ സകല അമ്പിയാക്കളെയും അള്ളാഹു ജീവിപ്പിച്ച് അവിടെ എത്തിച്ചു. അവർക്കൊക്കെയും നേതാവായി നിസ്കരിച്ചു മുഹമ്മദ് മുസ്തഫ. وقدمت جميع الأنبياء بها والرسل تقديم مخدوم على خادمي صل مولاي صل وسلم دائما أبدا. قدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي. ഹബീബായ നബിയെ, ബൈത്തുൽ മുഖദ്ദസിൽ നിങ്ങൾ എത്തിയല്ലോ. അവിടുന്ന് സഹ്റത്തുൽ മിഅ്റാജ്. ഇന്നും ഫലസ്തീനിൽ പോയാൽ പ്രിയപ്പെട്ടവരെ അതൊക്കെ കാണാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
എല്ലാവരും നാമീം പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു ആ പുണ്യ കേന്ദ്രത്തിലൊക്കെ നമ്മളെ എത്തിക്കട്ടെ. അവിടെ സഹ്റത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഒരു പാറയുണ്ട്. ചില ഫോട്ടോകളിലൊക്കെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ആ കുബ്ബ, അതല്ല സത്യത്തിൽ ബൈത്തുൽ മുഖദ്ദസ്, അത് സഹ്റത്തുൽ മിഅ്റാജ്. ആ മിഅ്റാജിന്റെ ആ ഒരു രാത്രിയിൽ ഹബീബായ നബി തങ്ങൾ നിന്ന് നിസ്കരിച്ച ഒരു വലിയ പാറ. അവിടെ മഹാന്മാരായ അമ്പിയാക്കളൊക്കെ മുത്ത് റസൂലിന്റെ കൂടെ നിസ്കരിച്ചു. അതിന്റെ താഴ്ഭാഗത്ത് ഇന്നും ഒരു കണ്ണി നമുക്ക് കാണാൻ കഴിയും, ഒരു ഇരുമ്പിന്റെ ഒരു കണ്ണി. ആ കണ്ണിയാണ് മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച ആ ബുറാക്കിനെ കെട്ടിയിട്ടത്. അള്ളാഹുവെ കാണാൻ പഠിച്ചോൻ തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതിനൊക്കെ വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് അകമഴിഞ്ഞ് നമ്മൾ സഹായം തേടുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് സന്ദർശിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ബൈത്തുൽ മുഖദ്ദസ്. 3 സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിന് യാത്രക്ക് വലിയ മഹത്വമുള്ളൂ. അതിലൊന്ന് മക്കയിലേക്കാണ്, പിന്നൊന്ന് മദീനയിലേക്കാണ്, പിന്നെയൊന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. കഅബാലയത്തിന്റെ പണി ആദ്യമായി നിർവഹിച്ചത് മഹാനായ ആദം നബിയാണ്. അതുപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണവും ആദ്യമായി ആരംഭിച്ചത് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പിന്നീട് ഒരുപാട് പ്രവാചകന്മാർ അതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെയോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെയോ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് നബിമാരുമായി വലിയ ബന്ധമുള്ള ഒരു മസ്ജിദാണ് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഒരുമിച്ച് കൂടിയ കേന്ദ്രം, അവർക്കൊക്കെയും മുത്ത് റസൂൽ ഇമാമായി നിസ്കരിച്ച കേന്ദ്രം. അവിടേക്കൊന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരാഗ്രഹം തന്നെയാണല്ലോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവിടെ നിന്നാണ് നബിയെ എല്ലാ അമ്പിയാക്കളും അന്ന് അങ്ങയെ മുന്നിൽ നിർത്തി. ഒരു സയ്യിദിനെ, ഒരു യജമാനനെ അടിമകൾ എപ്രകാരം സേവനം ചെയ്യാൻ മത്സരിക്കുമോ അതുപോലെ നബിയെ അങ്ങക്ക് സേവനം ചെയ്യാൻ മറ്റുള്ള നബിമാരെ മത്സരിച്ചല്ലോ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയ പങ്കുള്ള നാടാണ് ഷാം, സിറിയ. പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യ, അതിന്റെ കേന്ദ്രത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ്. അല്ലാഹുവേ റബ്ബേ, അവിടെ ചെന്നാൽ ഒരുപാട് നബിമാരെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. ഒരു പള്ളി, ആ പള്ളിയിലാണ് ഇബ്രാഹിം നബി. അവിടെ തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി, അവിടെ തന്നെയാണ് യഅ്കൂബ് നബി, അവിടെ തന്നെയാണ് യൂസുഫ് നബി, അവിടെയാണ് സാറാ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഒരു യാത്ര പോകാൻ അവസരം കിട്ടിയാൽ അവരൊക്കെ സന്ദർശിക്കാൻ കഴിയും. ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ ആ ഒരു ഖബർ. അവിടൊക്കെ ചെല്ലുമ്പോ ശരിക്ക് ഈമാനുള്ളവർക്ക് അതിന്റെ ആ ഒരു സുഖം ഇങ്ങനെ അനുഭവിക്കാൻ കഴിയും. മുമ്പൊരിക്കൽ ഞങ്ങൾ പോയപ്പോ പ്രായമുള്ളൊരു കാക്ക പറഞ്ഞു, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ, ഇവിടെ നമ്മൾ കാണാത്തത് പലതും ഉണ്ട് കേട്ടോ. അതൊക്കെ ചില ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. പോയവരില്ല കൂട്ടത്തില്? ഇല്ലേ? നിങ്ങൾ ഉറങ്ങാണോ? ഫലസ്തീൻ യാത്ര ഇൻഷാ അല്ലാഹ്. ഒരു യാത്രയിൽ ഈജിപ്ത്, ഫലസ്തീൻ, ഇസ്രായേൽ, ജോർഡാൻ ഇതൊക്കെ കറങ്ങി വരാൻ കഴിയും. ഇസ്ലാമിക ഖുർആന്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ പങ്കായ ഏരിയയിലുള്ളൊരു യാത്രയാണ്. മുത്തുനബി സുബ്ഹാനല്ലദീ ഇസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോയത്. ഒരു പ്രത്യേകത
പറയുന്നുണ്ട് ബാറക്കനാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്തും നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് മൊത്തം ക്രിസ്ത്യാനികളാണ്, മറ്റൊരു ഭാഗത്ത് മൊത്തം ജൂതന്മാരാണ്. ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ആരാധനാലയമായി അതിനവർ കൊണ്ടു നടക്കുന്നു. അതിനൊക്കെ അതിൻ്റെതായ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് പിന്നീട് പറയാം. ഏതായാലും അവിടെ എത്തി മുഹമ്മദ് മുസ്തഫ. പിന്നെ യാത്രയാണ്. 7 ആകാശം കഴിഞ്ഞു, സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞു, ബഹ്റുൻ നൂർ കഴിഞ്ഞു, അള്ളാന്റെ ഹദ്റത്തിലെത്തി. ഇനി ഞാൻ യാത്രയിൽ ചില പ്രത്യേക കാഴ്ചകൾ കണ്ടിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ, ആ യാത്രയിൽ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ആ യാത്രയിൽ എന്നെ ചില ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫസാറു ഹത്താ അത്തൗ അലാ ഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അടുത്തെത്തി. അവര് യസ്റഊന ഫീ യൗമിൻ വയഹ്സുദൂന ഫീ യൗമിൻ. അവരുടെ പണി എന്താണെന്നറിയോ? ഒരു ദിവസം അവർ നന്നായി കൃഷി ചെയ്യും, പിറ്റേ ദിവസം നന്നായി കൊയ്തെടുക്കും. എന്നാൽ അവരിങ്ങനെ കൊയ്തെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ആ കൃഷി മനോഹരമായി ഉഷാറായിട്ട് ഉണ്ടാവുകയാണ്. ഒരൊറ്റ തവണ അവർക്ക് കൃഷി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ എന്നെന്നും അവരുടെ പണി അവരങ്ങനെ കൊയ്തെടുക്കുകയാണ്. നന്നായി വിളയുണ്ടാകുന്നു. ഉടനെ ഹബീബായ നബി തങ്ങൾ ഫഖാല യാ ജിബ്രീൽ മാ ഹാദാ, മുത്തുനബി ചോദിച്ചു, അല്ല ജിബ്രീലേ, എന്താണിത്? എന്താണ് ഈ കാണുന്നത്? ആരാണിത്? ഉടനെ ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, നബിയേ, ഹൗലാഇൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് തുളഅഫു ലഹുമുൽ ഹസനതു ബിസബ്ഇമിഅതി ളൈഫിൻ വമാ ഇവർ അള്ളാന്റെ മാർഗത്തിൽ സമർപ്പണം നടത്തിയവരാണ്. അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും ജിഹാദ് നടത്തിയവരാണ്. ഏത് കാര്യത്തിലും ഇവർ ഇലാഹായ റബ്ബിന്റെ താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് ആ താല്പര്യത്തിന് വേണ്ടി മുന്നിൽ നിന്നവരാ. അതുകൊണ്ട് തുളഅഫു ലഹുമുൽ ഹസന, അവർ ചെയ്ത ഹസനാത്തുകൾ അവർക്ക് ഇരട്ടി ഇരട്ടിയായി വർദ്ധിച്ചു. എത്ര ഇരട്ടി എന്ന് കേൾക്കണ്ടേ? ബിസബ്ഇമിഅതി ളൈഫിൻ, 700 ഇരട്ടിയോളമായി വർദ്ധിച്ചു. വമാ അൻഫഖൂ മിൻ ഷൈഇൻ വഹുവ അവരെത്ര ചെലവാക്കിയിട്ടുണ്ടോ അതിന്റെ ഇരട്ടിയായിട്ട് അവർക്ക് അല്ലാഹു പകരം നൽകുകയാണെന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അതായത് ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന്റെയും ദീനിന്റെയും താല്പര്യം എന്തെന്ന് നോക്കി ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക്, താല്പര്യം കാണിക്കുന്നവർക്ക് അള്ളാഹു പരലോകത്ത് അതിന് ഇരട്ടി പ്രതിഫലം നൽകുന്നതിന്റെ ഒരു ദൃശ്യം കാണിച്ചു കൊടുക്കുകയാണ് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അത് കഴിഞ്ഞ് സുമ്മ ഉത്തിയാല ഖൗമിനെ, ശ്രദ്ധിക്കണേ സഹോദര സഹോദരി, പിന്നെ ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നെ വല്ലാതെ വേദനിപ്പിച്ച ചില കാഴ്ചകൾ ഞാൻ കണ്ടു. എന്താണ് ആ കാഴ്ച എന്നല്ലേ? തുർലഹു കുല്ലമാ റുലിഹത ആദത് കമാ കാനത് വലാ യഫ്തുറു അൻഹും മിൻ ദാലിക ശൈ. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കവേ രണ്ടു ഭാഗത്ത് നിന്ന് വലിയ പാറക്കല്ല് വന്നിട്ട് ഇവരുടെ തലക്ക് അടിക്കുന്നു. ആ പാറക്കല്ല് ഇവരുടെ തലയിൽ തട്ടുമ്പോഴത്തേക്ക് ഇവരുടെ തലയാകെ ചതഞ്ഞരഞ്ഞു പോകുന്നു. ഒരല്പനേരം കൊണ്ട് ഈ പാറക്കല്ല് അങ്ങനെ അകന്നു പോകും. അപ്പോൾ ഇവരുടെ തല പൂർവസ്ഥിതിയിലാകും. തലക്ക് തകരാറൊന്നുമില്ല, പൂർവസ്ഥിതിയിലായി. അപ്പോഴത്തേക്ക് വീണ്ടും ഈ പാറക്കല്ല് വന്നിട്ട് അവരുടെ തലക്ക് അടിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വേദന വന്നു. ഞാൻ ചോദിച്ചു, ആരാണ് ജിബ്രീൽ? മൻ ഹൗലാഇ യാ ജിബ്രീൽ? ജിബ്രീലേ, ആരാണ് ഈ കൂട്ടർ? അവരുടെ തലക്ക് വന്നിട്ട് ആ പാറക്കല്ലടിക്കുന്ന അടി കണ്ടില്ലേ? തലയാകെ പൊട്ടിത്തെറിക്കുന്നു, ചിന്നിച്ചിതറുന്നു, ചതഞ്ഞരഞ്ഞു പോകുന്നു. അല്പനേരം കൊണ്ട് ഈ പാറക്കല്ല് അകലുമ്പോഴത്തേക്ക് ഇവരുടെ തല പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്നു.
ആരാണ് ജിബ്രീലേ ദുനിയാവിൽ നിന്ന് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ശിക്ഷ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? ഉടനെ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, നബിയേ ഹൗലാഇല്ലദീന തതസാഖലു റൂസുഹും അനിസ്സലാത്തിൽ മക്തൂബ. ഇതാരാന്നറിയോ? 5 വഖത്ത് നിസ്കാരം അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കാൻ പോകുന്നു. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരലോകത്തുള്ള ശിക്ഷകളെ കൂട്ടത്തിൽ ഒരു ശിക്ഷയാണിതെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പഠിച്ചവനെ, മിഅ്റാജിന്റെ ഏറ്റവും വലിയ സന്ദേശം നിസ്കാരത്തിന്റെ സന്ദേശമാണ്. അതൊരു വക്ത് പോലും ഖളാ ആവാതെ നിർവഹിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖളാ ആയി പോയതൊക്കെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ഇന്നും ഒരു ഉമ്മ വന്നിട്ട് സങ്കടത്തോടുകൂടെ പറഞ്ഞത്, എൻ്റെ മോൻ ഒരു വക്തും നിസ്കരിക്കുന്നില്ല ഉസ്താദ്, എൻ്റെ മകൻ ഒരു വക്തും നിസ്കരിക്കുന്നില്ല എന്ന സങ്കടാണ്. അള്ളാഹുവേ, അതൊക്കെ വലിയ സങ്കടം തന്നെയാ. ഞങ്ങളൊക്കെ മക്കളെ നേരത്തിന് നിസ്കരിക്കുന്നവരിൽ നീ പെടുത്തി തരണേ റബ്ബേ. ഒരു വക്തും ഖളാ ആവാതെ നേരത്തിന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ നൽകണമേ റബ്ബേ. അത് കഴിഞ്ഞ സഹോദരാ, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. അലാ ഖബാലിഹിം റിഖാൽ വഅലാ അദ്ബാരിഹിം റിഖാൽ അല്ലരീഅ വസ്സഖൂമ വറൽഫ ജഹന്നമ വഹിജാറതഹാ. അവരാ നരകത്തിലൂടെ നടന്ന് തിന്നുന്നത്, ആ നരകത്തിലൂടെ നടന്ന് കഴിക്കുന്നത് നരകത്തിലെ ചപ്പുകളും ചവറുകളും കല്ലുകളും ഒക്കെയാണ്. ഇത് കണ്ടപാടെ ഞാൻ ചോദിച്ചു, അല്ല ജിബ്രീൽ, എന്തൊരു ചൂടാണതിന്. എന്നിട്ടും അവര് ആ ചൂടിനെ അവഗണിച്ചുകൊണ്ട് അതിങ്ങനെ എട്ടാറായിട്ട് കഴിക്കുകയാണല്ലോ. നരകത്തിലെ ചപ്പും ചവറും ചണ്ടികളുമാണല്ലോ അവർ കഴിക്കുന്നത്. ആരാണ് ഈ കൂട്ടർ? അപ്പോൾ പറയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരാരാന്നറിയോ നബിയേ? ഹൗലാഇല്ലദീന ലാ യുഅദ്ദൂന സദഖാത്തി അംവാലിഹിം. അല്ലാഹു പണം കൊടുത്തിട്ട് ആ പണത്തിൽ നിന്ന് സദഖ കൊടുക്കുന്ന കാര്യത്തിൽ വലിയ അശ്രദ്ധ കാണിച്ചവരാണ്. ഭൂലോക പിശുക്കന്മാരാണ്. നിർബന്ധ സകാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവരാണ്. ഇവർക്കുള്ള ശിക്ഷയുടെ ഒരു ഇനമാണിതെന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മിഅ്റാജൊക്കെ കടന്നു വരുമ്പോൾ ചിന്തിക്കണം, അള്ളാഹു നമുക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതാന്ന് വിചാരിക്കണ്ട. അതിൽ പാവപ്പെട്ടവർക്ക് ഹക്കുണ്ട്, അതിൽ പാവപ്പെട്ടവർക്ക് ഹക്കുണ്ട്. ആ സകാത്ത് കൊടുക്കേണ്ടത് നിർബന്ധമായും കൊടുത്തു വീട്ടുക തന്നെ വേണം. നബിയെ, ഇവരോട് അല്ലാഹു ക്രൂരത കാണിച്ചതാണ് വിചാരിക്കണ്ട. വമാ ലമഹുമുല്ലാഹു ഷൈആ. അള്ളാഹു അവരോട് ഒരു ദുൽമും കാണിച്ചിട്ടില്ല. ദുനിയാവിൽ നിന്ന് പണം കൊടുത്തിട്ട് അവരോട് കൃത്യമായി പറഞ്ഞിരുന്നു, ഇതെല്ലാം കൂടി നിങ്ങൾക്കുള്ളതാന്ന് വിചാരിക്കണ്ട. സാധുക്കൾക്കുള്ള ഹക്ക് നിങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം കേട്ടോ. അത് പറഞ്ഞിട്ട് ചെവി കൊള്ളാതെ നടന്നവരാണിവർ. അവർക്കുള്ള ശിക്ഷയുടെ ഒരു ഇനമാണിതെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. അള്ളാഹു കാക്കട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. ഇങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട് സഹോദരാ സഹോദരി. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി നമുക്കൊന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മുത്തുനബിയെ അള്ളാന്റെ ഹളറത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയ ഒരു രാവാണ് ഇന്നത്തെ രാവ്. എന്തെങ്കിലുമൊക്കെ ഒരു മധുരപലഹാരം അതിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണം. നമ്മളെ നബിക്ക് അള്ളാഹുത്ര വലിയ ആദരവ് കൊടുത്തതിൽ ഒരു സന്തോഷം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നബിയും നമ്മളുമായിട്ട് മാനസികമായ ഒരു ബന്ധമില്ല എന്നാണ്. അള്ളാഹു കാക്കട്ടെ. വേറെ ഏതൊക്കെ നബിമാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? അള്ളാനൊന്ന് കാണണം, അള്ളാന്റെ ഹളറത്തിലൊന്ന് എത്തണം എന്ന് ഏതൊക്കെ നബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? നടന്നിട്ടില്ലല്ലോ. മൂസാ നബിയൊക്കെ അങ്ങേയറ്റം കൊതിച്ചില്ലേ? അള്ളാഹിനോട് പല തവണ പറഞ്ഞില്ലേ? അവസാനം എന്തുണ്ടായത്? മൂസേ, നിന്റെ കണ്ണിന് താങ്ങാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോഴും വാശി എനിക്ക് കാണണം. എന്നാ പർവ്വതത്തിന് താഴ്വാരത്തേക്ക് നോക്ക്, ഞാൻ എൻ്റെ നൂറുത്ത ജല്ലയിൽ നിന്ന് ഒരല്പം അങ്ങോട്ട് കാണിക്കാം, നീ അതിലേക്ക് നോക്ക്, അത് വഹിക്കാൻ നിന്റെ കണ്ണിന് കഴിയുമോ നോക്കട്ടെ.
അള്ളാന്റെ നൂറ് തജല്ലി പ്രത്യക്ഷപ്പെട്ടു. മൂസാ നബി അതിലേക്ക് നോക്കിയപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഫഖറ മൂസ സൈഖ, ബോധരഹിതനായി വീണു കലീമുല്ലാഹി മൂസ. കാണാൻ കഴിഞ്ഞോ? മുത്തുനബിയെ കാണാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. മൂസാ നബിക്ക് അള്ളാനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പടച്ചോനെ, നമ്മളെ നബിക്ക് അള്ളാഹു കൊടുത്ത ഈ ആദരവ് എത്ര വലിയ ആദരവാണ്, എത്ര വലിയ ആദരവാണ്. അതിലെങ്ങനെ ഒരു മുഅ്മിന് സന്തോഷമില്ലാതിരിക്കും? ചില ആളുകളൊക്കെ അത് കേവലം ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. വിവരക്കേടാണ്. അതൊരു സ്വപ്നാണെന്ന് പറഞ്ഞതിന്റെ മഹത്വത്തെ ഇല്ലാതെയാക്കരുത്. കഴിഞ്ഞ ബുധനാഴ്ചയിലെ ക്ലാസ്സിൽ ഞാനത് വിശദമായി പറഞ്ഞിരുന്നു. അതൊരു സ്വപ്നമല്ല എന്നതിന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെ തെളിവാണെന്ന് കഴിഞ്ഞ ബുധനാഴ്ചയിലെ ക്ലാസ്സിൽ അത് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കണില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഇന്നത്തെ രാവ് ഒരു പ്രത്യേകത രാവാണ്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. മാത്രല്ല, മുത്തുനബിക്ക് അള്ളാഹു ഇങ്ങനെ ഒരു ആദരവ് കൊടുത്തതിന് നന്ദിയായി ഇൻഷാ അള്ളാഹ് നാളത്തെ ദിവസം നോമ്പെടുക്കാനും നമുക്ക് നിയ്യത്ത് ചെയ്യാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. നാളത്തെ നോമ്പിന്റെ മഹത്വം എത്രയാ! ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ ഉദ്ധരിച്ചൊരു ഹദീസ് കേൾക്കണോ? നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മൻ സാമ യൗമ 27 മിൻ റജബ്, റജബ് 27ന്റെ അന്ന് ഒരാൾ നോമ്പ് ാൽ, അതായത് നാളെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് തന്നെ നോമ്പെടുത്തവർ പലരും ഈ കൂട്ടത്തിലുണ്ട്. പടച്ച റബ്ബ് കബൂലാക്കട്ടെ. അവരുടെ കരാമീന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ എത്തിപ്പെട്ട എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. റജബ് 27 ഒരാൾ നോമ്പെടുത്താൽ കതബല്ലാഹു ലഹു സിയാമ 60 ശഹറാ. ഇത് മുഹമ്മദ് നബിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തിൽ സന്തോഷിച്ചുള്ള നോമ്പല്ലേ. ആ ഒരു കാരണം കൊണ്ട് 60 മാസത്തെ നോമ്പിന്റെ കൂലിയാണ് നാളത്തെ നോമ്പിന് അള്ളാഹു നൽകുന്നത് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, നാളെ ഇൻഷാ അല്ലാഹ് നോമ്പുകാരായി ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ നമ്മുടെ വിളയിൽ പറപ്പൂർ യതീംഖാനയിൽ 10 മണിക്ക് സംഗമിച്ച് പ്രത്യേക പ്രാർത്ഥനാ മജ്ലിസ് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കഴിയുന്നവരൊക്കെ ഒന്ന് നാളത്തെ ആ ഒരു മജ്ലിസിനെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ നിയ്യത്ത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ആയിരക്കണക്കിന് ആളുകൾ നോമ്പുകാരായി ഒരുമിച്ച് കൂടി മജ്ലിസുന്നൂർ ചൊല്ലി, അസ്മാ ഉൽ ഹുസ്ന ചൊല്ലി, പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫലം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അങ്ങനത്തെ ഒരു ദിവസം കൂടി ആവുക. പറ്റുന്നവരൊക്കെ നോമ്പെടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈശേരി കഴിഞ്ഞ് ഹാജിയാർപ്പടിയിൽ നിന്ന് വിളയിൽ യതീംഖാനയിലേക്ക് ബസ് സർവീസ് ഉണ്ടാകും. 8 മണി മുതൽ ഇൻഷാ അല്ലാഹ് ഫ്രീ ആയിട്ട് ഹാജിയാർപ്പടിയിൽ നിന്ന് വിളയിൽ പറപ്പൂർ യതീംഖാനയിലേക്ക് ബസ് സർവീസ് ഉണ്ടാവും. അതുപോലെ എടവണ്ണപ്പാറയിൽ നിന്നും ഇൻഷാ അല്ലാഹ് യതീംഖാനയിലേക്ക് ബസ് സർവീസ് ഉണ്ടാകും. ക്ലാസ് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഹാജിയാർപ്പടിയിലേക്കും എടവണ്ണപ്പാറയിലേക്കും ബസ് സർവീസ് ഉണ്ടാകും. അതെന്തിനാ ഓർമ്മപ്പെടുത്തുന്നത് വെച്ചാൽ, നോമ്പുകാരായി ഇടങ്ങാറാവുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അതൊക്കെ ഒരു സൗകര്യമാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒന്ന് നിയ്യത്ത് ചെയ്തേക്ക്. ആ ഒരു മജ്ലിസിലൊന്ന് പങ്കെടുക്കുക. നാളെ ഞായറാഴ്ചയാണല്ലോ, ഒഴിവുള്ള ദിവസമാണല്ലോ. നമ്മളെ മക്കളെയൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ അതിലൊക്കെ ഒന്ന് പങ്കെടുപ്പിക്കുക. എന്തെന്നറിയോ, ഇത് വലിയൊരു പരിഹാരമാണ്. ഇത് വലിയൊരു പരിഹാരമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പലരും എന്നോട് പറഞ്ഞു, നാളെ മജ്ലിസിലേക്ക് വരുന്നുണ്ട് ഉസ്താദേ, നാളെ അവിടെ നിന്ന് ദുആ ചെയ്യണേന്ന്. ഇന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾപ്പെടുത്തി നാളത്തെ മജ്ലിസിൽ പ്രത്യേകമായി ആയിരക്കണക്കിന് നോമ്പുകാരുടെ ആ ഒരു ആമീന്റെ ബലത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരട്ടെ. ഓൺലൈനായും ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നാളത്തെ ആ ഒരു മജ്ലിസിലൊന്ന് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചോളൂ. അതൊക്കെ ഒരു മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹുവേ, ഖൈറിലേക്ക് ഞങ്ങളൊക്കെ അടുപ്പിച്ചു തരണേ റബ്ബേ. അപ്പോൾ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞിരുന്നു, ഒരു 786 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ആ ദിവസം നാളെ 10 മണിയാകുമ്പോഴത്തേക്ക് ചൊല്ലി തീർക്കണം.
കാരണം ദുആക്ക് ഇജാബത്ത. അത് ചൊല്ലിയ ദുആക്ക് ഇജാബത്ത. ഒരല്പനേരം ഒന്നൊന്നിച്ച് ചൊല്ലുക. എല്ലാവരും മനസ്സറിഞ്ഞ ദിക്ർ ചൊല്ലി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അത് യൂനുസ് നബി നടത്തിയ ദുആയാണ്. മൻ ദആ ബിദുആ യൂനുസ്, ആരാ യൂനുസ് നബി നടത്തിയ ദുആ ആ ദിക്ർ ചൊല്ലി ദുആ ചെയ്തോ അവർക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സറിഞ്ഞൊരൽപ്പം ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ചൊല്ലി ചൊല്ലി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ, ഈ ചൊല്ലിയ ദിക്ർ സ്വീകരിക്കണേ റബ്ബേ. ഇതിൻ്റെയൊക്കെ ഒരു ബറക്കത്ത് ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇതിൻ്റെയൊക്കെ ഒരു ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയികളിൽ പെടുത്തി തരണേ റബ്ബേ. ഞങ്ങളെല്ലാ നിലക്കുള്ള പോരായ്മകളും പരിപൂർണമായും നീ പരിഹരിക്കണേ പടച്ചോനെ.